ഓക്കെ. നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു പ്രോഗ്രാമൊക്കെ നടത്തുമ്പോൾ എങ്ങനെ ഞങ്ങളുടെ ഓഫീസിൽ ഗ്രേപ്സ് ഇന്നോവേറ്റീവ് സൊല്യൂഷൻസിൽ നമ്മൾ നല്ല ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാവർക്കും 25 കൊല്ലമായി. പക്ഷേ ഇപ്പോഴും നമ്മൾ പുതിയ ഫങ്ഷൻസ് ഒക്കെ കൊടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ബഗ് എററൊക്കെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്, നിങ്ങൾക്ക് അറിയാവുന്നതാണത്. അപ്പോൾ നമ്മൾ ഈ ബഗ് ടെസ്റ്റിംഗ് പേഴ്സൺസ് ഉണ്ട് അവിടെ, അവരാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അവർ ഒരു പുതിയ റിലീസ് വരുന്നതിന് മുമ്പ് ടെസ്റ്റ് ചെയ്ത് എന്തെങ്കിലും പ്രോബ്ലം വരാനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്ന് മാനേജ്മെൻറ്റിനെ അറിയിക്കണം. അങ്ങനെ ഡെവലപ്പേഴ്സിന് എവിടെയെങ്കിലും വീഴ്ച വരുന്നുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് കൃത്യമായ ആ കിട്ടുന്ന ഡോക്യുമെൻ്റ് അനുസരിച്ച് അവരെ കൂടുതൽ ട്രെയിൻ ചെയ്യാനോ കൂടുതൽ ഈ ഒരു ഡൊമൈൻ നോളജ് ബിൽഡ് ചെയ്യാനോ സഹായിക്കുന്ന പ്രോഗ്രാംസിൽ കൂടെ കടത്തിക്കൊണ്ടുപോകും. പക്ഷേ ജൂനിയർ ഡെവലപ്പേഴ്സിനെ ആയിരിക്കും പലപ്പോഴും നമ്മളുടെ HR ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അതിലേക്ക് ഡെപ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവർ സ്വാഭാവികമായിട്ടും ഈ ഡെവലപ്പേഴ്സ് ആയി നാളെ മാറേണ്ട ഈ ചേട്ടന്മാരോട് വലിയ വിധേയത്വം പുലർത്തുന്നവരാണെങ്കിൽ എന്ത് പറ്റും? ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യപ്പെടുന്നുണ്ടാവും, പക്ഷേ അത് മാനേജറിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടാവത്തില്ല. ഇത് തന്നെയാണ് പേഷ്യൻ്റ് സേഫ്റ്റി കാര്യത്തിൽ ഹോസ്പിറ്റലിലും. നമുക്കൊരു ഡോക്ടറോ നേഴ്സോ ഉണ്ട്, അവർ വെൽ എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ അവരെയാണ് പേഷ്യൻ്റ് സേഫ്റ്റി ഓഫീസറായിട്ടൊക്കെ ഡിസൈഡ് ചെയ്യേണ്ട, അതിൻ്റെ കോർഡിനേഷൻ ഏൽപ്പിക്കേണ്ടത്. പകരം അധികം പേഷ്യൻസ് ഒന്നും ഇല്ലാത്ത, അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു ഡോക്ടർ ഫ്രീ ആയിട്ടുണ്ട്, അദ്ദേഹത്തെ എടുത്ത് പേഷ്യൻ്റ് സേഫ്റ്റി ഓഫീസർ ആക്ട് കോർഡിനേഷൻ ഏൽപ്പിക്കുക. അല്ലെങ്കിൽ ഒരു നേഴ്സ് വന്നിട്ടുണ്ട്, ആൾ ഭയങ്കര സ്മാർട്ടാണ്, നല്ല വാചോടിയാണ്, കാര്യങ്ങളെല്ലാം കൊള്ളാം, അപ്പം എന്നാൽ പേഷ്യൻറ്റിനെ മാത്രം നല്ലപോലെ ഇഞ്ചക്ഷൻ കരയിപ്പിക്കാതെ എടുക്കാൻ അറിയത്തില്ല എന്നുള്ള ആളിനെ നമുക്ക് എവിടെ ഉപയോഗിക്കാം? പേഷ്യൻ്റ് സേഫ്റ്റി ഓഫീസറായിട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ പെട്ടുപോകും. കാരണം പേഷ്യൻ്റ് സേഫ്റ്റി ഓഫീസർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവണം പേഷ്യൻ്റ് സേഫ്റ്റിയെക്കുറിച്ചും ജനറൽ സേഫ്റ്റിയെക്കുറിച്ചും. നോളജ്ഡ് എക്സ്പീരിയൻസ് ഉണ്ടാവണം. അവർ അതിനെക്കുറിച്ച് വ്യക്തമായ നോളജ് ഉണ്ടായിരിക്കണം. ആ കാര്യങ്ങൾ ചെയ്തു വരുത്തും അത്യാവശ്യം നോളജ് ബിൽഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞ ആൾക്കാരായിരിക്കണം. അവർക്ക് നേരിട്ട് മാനേജ്മെൻറ്റിലാണ് റിപ്പോർട്ടിംഗ് വേണ്ടുന്നത്. അങ്ങനെ റിപ്പോർട്ടിംഗ് ചെയ്തില്ലെങ്കിൽ അവർ പലതും ഇടനില കാര്യങ്ങൾ ചെയ്തിട്ട് കടന്നു പോകുന്നുണ്ടാവും. കാര്യമായി പഠിച്ചിട്ട് നമ്മളൊരു ടെസ്റ്റൊക്കെ ഇട്ട് അവർ പാസ്സാകുന്നുണ്ടാവും, പക്ഷെ മാനേജറിലേക്ക് പ്രോപ്പറായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു റിസ്ക് മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് പറ്റാതെ വരും. അവർക്ക് പേഷ്യൻ്റ് സേഫ്റ്റി ചാമ്പ്യൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും കഴിയാതെ വരും. നമ്മളുടെ ഹോസ്പിറ്റലിൽ പേഷ്യൻ്റ് സേഫ്റ്റി ചാമ്പ്യൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യണം, അവരെ ഡെവലപ്പ് ചെയ്യണം. നമ്മുടെ ഓർഗനൈസേഷനിൽ അവർ നാളത്തെ പേഷ്യൻ്റ് സേഫ്റ്റിയെ ഡ്രൈവ് ചെയ്യേണ്ടവരാണ്, അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടവരാണ്. അത്തരത്തിൽ നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് കഴിയണം. ഇപ്പോൾ നമ്മൾ തന്നെ NABHൻ്റെ പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോൾ എന്തിനാണ് ഈ പേഷ്യൻ്റ് സേഫ്റ്റി സൂപ്പർവൈസർ എന്ന ടാഗൊക്കെ നമ്മൾ ഒരു കോമ്പറ്റീഷനിൽ പാസ്സാകുകയോ കിട്ടുകയോ അത് പിന്നീട് ധരിച്ച് നടക്കുകയൊക്കെ ചെയ്യുന്നത്? കാരണം മറ്റുള്ളവർക്കൊരു പ്രചോദനമാകാനാണ്. പേഷ്യൻ്റ് സേഫ്റ്റി എന്നത് പഠിച്ച് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. അങ്ങനെ പഠിച്ച് ചെയ്യാനായിട്ട് നമ്മളെ പ്രചോദിപ്പിക്കുന്നുണ്ട് PSQ 1D, Designated Patient Safety Officer or Officers Coordinates Implementation of the Patient Safety Program. നമ്മളിവിടെ ഒരു പേഷ്യൻ്റ് സേഫ്റ്റി പ്രോഗ്രാമാണ് ആദ്യത്തെ സ്റ്റാൻഡേർഡിലെ ആദ്യത്തെ ചിന്ത. ആ പേഷ്യൻ്റ് സേഫ്റ്റി പ്രോഗ്രാം എന്നത് മൾട്ടി ഡിസിപ്ലിനറി കമ്മിറ്റിയാൽ നടത്തപ്പെടേണ്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ വളരെ കൃത്യമായി ഫൈൻഡ് ചെയ്യപ്പെട്ട ഒരു പേഷ്യൻ്റ് സേഫ്റ്റി ഓഫീസറോ ഒന്നിൽ കൂടുതൽ ഓഫീസേഴ്സോ ഇതിനെ കോർഡിനേറ്റ് ചെയ്യണം. നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ വലിപ്പം അനുസരിച്ച്, പേഷ്യൻസിൻ്റെ എണ്ണം അനുസരിച്ച് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പേഷ്യൻ്റ് സേഫ്റ്റി പ്രോഗ്രാം അത്തരത്തിൽ നടക്കണം. അവിടെ നമുക്ക് പേഷ്യൻ്റ് സേഫ്റ്റി ചാമ്പ്യൻസിനെ കണ്ടെത്താൻ പറ്റണം. ചില ചാമ്പ്യൻസ് ഉണ്ട്, വാചകോടി ചാമ്പ്യൻസ്, അവരെയല്ല നമുക്ക് കണ്ടെത്തേണ്ടത്. നമുക്ക് കൃത്യമായി പേഷ്യൻ്റ് സേഫ്റ്റിയെക്കുറിച്ചും ജനറൽ സേഫ്റ്റിയെക്കുറിച്ചും നോളജ് ബിൽഡാക്കി അത്തരത്തിൽ പെരുമാറുന്നവരെ കണ്ടെത്തി അവരെ ഈ കോർഡിനേഷൻ ഏൽപ്പിക്കാൻ കഴിയണം. PSQ 1D.